നമ്മളിവിടെ ഒരു വെണ്ടറിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ബില്ല് പേ ചെയ്യുന്നുണ്ട്. ഒറ്റ ടൈം പേ ചെയ്യുന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ പോവുക, വെണ്ടറിൽ പോവുക, ബില്ലെടുക്കാം. ഓക്കെ, ബില്ലെടുത്തു. ഇനി നമ്മളൊരു വെണ്ടർ വെച്ച് സോർട്ട് ചെയ്യണം. നമ്മൾ ഈ ടെസ്റ്റ് കസ്റ്റമർ, സാപ്പ് ടെസ്റ്റ് കസ്റ്റമർ 2 പേയ്മെൻറ്റ് നടത്തണം. 222, 226, ടോട്ടലി 280 വരും. സെലക്ട് ചെയ്താൽ 280 വരും. അപ്പോൾ ഇവിടെ ബിൽ നമ്പർ ഉണ്ട്. ബിൽ നമ്പർ 7003 ആണ്. അതിന് പേയ്മെൻറ്റ് റെഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് പേയ്മെൻറ്റ് റെഫറൻസ് ആണ്, പേ ചെയ്യുമ്പോൾ എഴുതേണ്ട റെഫറൻസ് ആണ്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് അത് പേയ്മെൻറ്റ് എടുത്ത് വെക്കാം. ഇത് രണ്ടും സെലക്ട് ചെയ്തു. 288 കാണിച്ചു, രജിസ്റ്റർ പേയ്മെൻറ്റ്. ഇനി ഒരു സിംഗിൾ പേയ്മെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 288,002 എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത റെഫറൻസ് ബിൽ നമ്പർ അല്ല വന്നത്, നമ്മൾ എന്താണോ പേയ്മെൻറ്റ് റെഫറൻസ് കൊടുത്തത് ബില്ലിൽ, അതാണ്. ഓക്കെ, അത് ക്രിയേറ്റ് പേയ്മെൻറ്റ് അടിക്കുന്നു. ക്രിയേറ്റ് പേയ്മെൻറ്റ് അടിച്ചു. നമ്മൾ സാധനം നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. എല്ലാം 280 എമൗണ്ടായി. 288, 280. ഇനി ജേണലിൽ നമ്മൾ റിക്കൺസിൽ പോയാൽ 288 സംതിങ് ആ എമൗണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, അത് റിക്കൺസിൽ ചെയ്യുന്നു. അവിടെ ഏത് ബാങ്കാണോ ആ ബാങ്ക് സെലക്ട് ചെയ്യുന്നു. ബാക്കി എന്താണ് എഴുതേണ്ടതൊക്കെ എഴുതുന്നു. ഫിനിഷ്. ഇനി ബില്ലെടുത്ത് നോക്കിയാൽ സാപ്പ് ടെസ്റ്റിൻ്റെ 2 പേയ്മെൻറ്റും പെയ്ഡായിട്ടുണ്ട്. ഇനി ഇത് എവിടെ നിന്നാണ് ഇത് വന്ന് നോക്കാം. ഈ റെഫറൻസ് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ബില്ല് ഓൺ ആക്കിയാൽ ഇവിടെ പേയ്മെൻറ്റ് റെഫറൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബിൽ നമ്പറല്ല, ഈ റെഫറൻസാണ് നമ്മൾ വന്നിട്ടുള്ളത് സിസ്റ്റത്തിൽ. ഓക്കെ.